അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ, ഞാൻ എന്താണ് ദുആ ചെയ്യേണ്ടത്? തങ്ങൾ നൽകിയ മറുപടി, സലുല്ലാഹ അൽ ആഫിയത്ത ഫിദ്ദുന്യ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും ആഫിയത്ത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു ഒരു മനുഷ്യന് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് ആഫിയത്ത് എന്നുള്ളത്. ആരോഗ്യം എന്ന അർത്ഥം വെച്ച് അതിനെ ചുരുക്കാൻ പാടില്ല. വിശാല അർത്ഥമാണ് അതിനുള്ളത്. വളരെ വിശാലമായ താല്പര്യമാണ് അതിനുള്ളത്. ദുനിയാവിൽ ആഫിയത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇൽമ്, അമല്, ഇഖ്ലാസ്, ഇതിനൊക്കെ തൗഫീഖ് കിട്ടണം എന്നും അതിനർത്ഥമുണ്ട്. ആഖിറത്തിൽ ആഫിയത്ത് കിട്ടണം എന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ എൻ്റെ നന്മക്ക് ഭാരമുണ്ടാവണം, സിറാത്ത് പാലത്തിലൂടെ വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റണം, മുഖം വെളുത്തവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം എന്നും അതിന് താല്പര്യമുണ്ട്. എപ്പോഴാണ് നമ്മൾ അള്ളാഹുവിനോട് ആഫിയത്തിന് വേണ്ടി ചോദിക്കേണ്ടത്? എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് ചോദിക്കൽ പുണ്യമായ ഒരു സന്ദർഭമുണ്ട്. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ, ബാങ്കിന്റെയും ഇഖാമത്തിന്റെ ഇടയിലുള്ള ദുആഇന് ഇജാബത്തുണ്ടല്ലോ, ഉത്തരമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ബാങ്കിന്റെ ദുആ കഴിഞ്ഞ്, അഥവാ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ കഴിഞ്ഞ്, ആയത്തുൽ കുർസിയും കഴിഞ്ഞ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയത ഫിദ്ദുന്യ വൽ ആഖിറ. ജീവിതത്തിൽ പതിവാക്കണം. ഈ പറഞ്ഞ നേട്ടങ്ങളെല്ലാം സ്വന്തമാക്കണം. റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ മശ ഫി ഹാജത്തി അഖീഹി കാന ഖൈറൻ ലഹു മിൻ ഇഅ്തികാഫി 10 സിനീൻ. ഒരാൾ മറ്റൊരാളുടെ ആവശ്യത്തിന് വേണ്ടി നടന്നാൽ 10 വർഷക്കാലം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ പുണ്യമാണ് അയാളുടെ ആ നടത്തം. ഒരു ദിവസം ഇഅ്തികാഫിരുന്നാൽ തന്നെ അയാൾക്ക് നരകമോചനം ഉണ്ട് എന്നാണല്ലോ ഹദീസ്. ഒരു ദിവസത്തെ ഇഅ്തികാഫിന് തന്നെ അങ്ങനെ മഹത്വം ഉണ്ടെങ്കിൽ 10 വർഷക്കാലം ഇഅ്തികാഫിരിക്കുന്നതിന്റെ മഹത്വം എത്രയായിരിക്കും? അതിനേക്കാൾ പ്രതിഫലമാണ് മറ്റൊരാളുടെ ആവശ്യത്തിനു വേണ്ടി നമ്മൾ എന്തെങ്കിലും ഇടപാടുകൾ നടത്തുന്നത്, സാന്ത്വന പ്രവർത്തനം നടത്തുന്നത്, സംഘടനാ പ്രവർത്തനം നടത്തുന്നതൊക്കെ. ഒരാളുടെ ഒരാവശ്യം നിർവഹിച്ചു കൊടുത്താൽ തന്നെ ഇത്രയും കൂലി ഉണ്ടെങ്കിൽ ധാരാളം ആൾക്കാരെ നന്മയുടെ വഴിയിലേക്ക് എത്തിക്കാൻ പ്രവർത്തിക്കുന്ന സംഘടനാ പ്രവർത്തനം, സ്ഥാപന പ്രവർത്തനം, ദീനീ പ്രവർത്തനം, അതിനൊക്കെ നമ്മൾ ഇടപെടുന്നതും ആലോചിക്കുന്നതും അതിനുവേണ്ടി നടക്കുന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതിന്റെ ഒക്കെ കൂലി എത്രമാത്രം വലുതായിരിക്കും. ഈ ഹദീസ് ഇമാം തബറാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതായി കാണാം. അള്ളാഹു ധാരാളം ഖൈറാത്തുകൾ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് നന്മയുടെ താക്കോലുകളാവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. വിശുദ്ധ റമളാനിൽ നടത്തുന്ന ദീനി പ്രവർത്തനം, സംഘടനാ പ്രവർത്തനം, ഖൈറിന്റെ വഴിയിലുള്ള പ്രവർത്തനങ്ങൾ, ഇതിനെല്ലാം വലിയ മഹത്വമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഉസ്താദുമാർ ഇഅ്തികാഫിരിക്കുന്നതിന്റെ മഹത്വം അറിഞ്ഞിട്ടും അവർ ദീനി സ്ഥാപനങ്ങളുടെ കളക്ഷന് വേണ്ടിയും ഫണ്ട് കളക്ഷന് വേണ്ടിയൊക്കെ അവർ വിദേശയാത്രകൾ നടത്തുന്നതും മറ്റൊക്കെ. ദീനി പ്രവർത്തനത്തിന്, സംഘടനാ പ്രവർത്തനത്തിന്, സാന്ത്വന പ്രവർത്തനത്തിന് അതുല്യമായ പ്രതിഫലമാണ് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എപ്പോഴും നമ്മൾ നമ്മുടെ റബ്ബിനെ കുറിച്ച് നല്ലതേ വിചാരിക്കാൻ പാടുള്ളൂ. ഹുസ്നുൽ ളന്നി മിൻ ഹുസ്നിൽ ഇബാദ. അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കല് നല്ല ഇബാദത്താണ്. അതിനേക്കാൾ വലിയ ഇബാദത്ത് എന്താ ഉള്ളത്? അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ താല്പര്യം? പണ്ഡിതന്മാര് വിശദീകരിക്കുന്നുണ്ട്, എൻ്റെ നന്മകളൊക്കെ എൻ്റെ റബ്ബ് സ്വീകരിക്കും. കുറെ കുറവുകളൊക്കെ ഉണ്ട്, ശരിയാണ്, എന്നാലും എൻ്റെ അള്ളാഹു അതൊക്കെ പുറത്ത് നിന്ന് സ്വീകരിക്കും. അതുപോലെ എൻ്റെ തെറ്റുകുറ്റങ്ങളും പിഴവുകളുമെല്ലാം എൻ്റെ അള്ളാഹു പുറത്തു തരും. അങ്ങനെയൊക്കെ വിചാരിക്കുമ്പോഴാണ് ഒരാൾ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിച്ചു എന്ന് പറയാൻ പറ്റും. അങ്ങനെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കുന്ന ഒരു നന്മ നിസ്കാര ശേഷം നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കലാണ്. ഒരധ്വാനം ഇല്ലാതെ ദോഷം പൊറുക്കാൻ പറ്റുന്ന നന്മയാണ് നിസ്കരിച്ച സ്ഥലത്തു തന്നെ ഇരിക്കൽ എന്ന് മഹാന്മാര് പറയുന്നുണ്ട്. പിന്നീട് അവിടുന്ന് ചൊല്ലുന്ന ദിക്റിനും ഓതുന്ന ഖുർആനൊക്കെ വേറെ കൂലിയുണ്ട്. അവിടെ ഇരിക്കൽ തന്നെ വലിയ ഇബാദത്താണ്. മലക്കൾ വന്ന് ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കാൻ പക്ഷെ ഇബ്ലീസ് വിടൂലട്ടോ. പല തിരക്കുകളും നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കും. ഇവിടെ ഇരുന്നാൽ മതിയോ, പലതും ചെയ്യാനില്ലേ എന്ന് തോന്നിപ്പിക്കും.
നമ്മൾ ആ തോന്നലൊക്കെ വരുന്ന സമയത്ത് വിചാരിക്കേണ്ടത് എൻ്റെ പാപങ്ങളൊക്കെ പുറത്തു കിട്ടുന്ന ഒരു സിറ്റിംഗ് ആണല്ലോ ഇത്. അതുകൊണ്ട് ഇവിടെ കുറഞ്ഞ സമയം ഇരുന്ന് കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ ഒരു ശീലം നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുത്തി കൊണ്ടുവരണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചു, അയ്യു സ്വതക്കത്തി അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യകരമായ സ്വതക്ക ഏതാണ് നബി? തങ്ങളുടെ മറുപടി, സ്വതക്കത്തും ഫീ റമളാൻ, റമളാനിൽ ചെയ്യുന്ന ദാനധർമ്മമാണ് ഏറ്റവും നല്ല സ്വതക്ക. റമളാനിൽ നമുക്ക് കഴിയുന്നത് പോലെ പരമാവധി സ്വതക്ക ചെയ്യണം. കുടുംബക്കാർക്ക് സ്വതക്ക ചെയ്യലാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളത്. വളരെ പുണ്യകരമായ ഒരു സ്വതക്കയാണ് നമ്മുടെ ഭക്ഷണം കൊണ്ട് വേറൊരാൾ നോമ്പ് തുറക്കുക എന്ന് പറയുന്നത്. ഇഫ്താറിന് വേണ്ടിയുള്ള സഹായ അഭ്യർത്ഥനയൊക്കെ നമ്മൾ കാണുമ്പോൾ കഴിയുമെങ്കിൽ പരമാവധി സഹായിക്കണം. റമളാനിൽ ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ അയാൾക്ക് അല്ലാഹു 3 നേട്ടങ്ങളാണ് നൽകുന്നത്. ഒന്ന്, അയാളുടെ പാപങ്ങളെല്ലാം പുറത്തു കിട്ടും. രണ്ടാമത്തത്, അയാൾ നരകമോചിതരിൽ ഉൾപ്പെടും. മൂന്നാമത്തത്, നോമ്പ് നോറ്റ ആളുടെ നോമ്പിൻ്റെ പ്രതിഫലം നോമ്പ് തുറപ്പിച്ചയാൾക്കും ലഭിക്കുകയും ചെയ്യും. നമുക്ക് കഴിയുന്നത് പോലെ നോമ്പ് തുറപ്പിച്ചാൽ മതി. വിഭവസമൃദ്ധമായ ഭക്ഷണത്തിന് കഴിവൊന്നുമില്ലെങ്കിലും കഴിവിൻ്റെ പരമാവധി ചെയ്താൽ മതി എന്നാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. മാത്രമല്ല, നോമ്പ് തുറപ്പിച്ചയാൾക്ക് സ്വല്ലത്ത് അലൈഹിൽ മലായിക്ക, അയാൾക്ക് വേണ്ടി മലക്കുകൾ റമളാനിൻ്റെ പകലിൽ ദുആ ചെയ്യുകയും ലൈലത്തുൽ ഖദറിൽ ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യേകമായി ദുആ ചെയ്യുകയും ചെയ്യും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അല്ലാഹു ധാരാളം സുഹൃതങ്ങൾ ചെയ്യാനും ഒരാളെങ്കിലും നോമ്പുറപ്പിക്കാനും തൗഫീക്ക് നൽകുമാറാവട്ടെ.